ഹായ്, നമുക്ക് ഞായറാഴ്ച പോയാലാ? ഞാനിപ്പോൾ ചിത്രയുടെ വീട്ടിലാട്ടാ. ഉച്ചതിരിഞ്ഞ് വെറുതെ ഇരുന്നപ്പോൾ എല്ലാവർക്കും എവിടെയെങ്കിലും പോവാന്ന് വിചാരിച്ച്. ആദ്യം വിചാരിച്ച് സിനിമ പോവാന്ന്, പിന്നെ വിചാരിച്ച് മലയാറ്റൂർ പോവാന്ന്. ചിത്രയുടെ വീട് മലയാറ്റൂരാണേ. പിന്നെ വിചാരിച്ച് ഞായറാഴ്ചയോടെ പോവാം, അതാവുമ്പോൾ അടിപൊളിയായിരിക്കും. വെള്ളത്തിലിരിക്കുക കുറച്ച് നേരം. അങ്ങനെ കൊച്ചിന് ഭയങ്കര സന്തോഷമാണല്ല, വെള്ളത്തിൽ കളിയാളാ പുള്ളിക്കാരത്തിയുടെ മെയിൻ. അപ്പം പിന്നെ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ ആറാട്ടാണ് പോവാം. അങ്ങനെ ഞങ്ങൾ ഓട്ടോഷത്താട്ടാ പോയത്. ഞാനുണ്ട്, അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, കുഞ്ഞിതുണ്ട്, പിന്നെ ചക്കരയുണ്ട്. ചിറ്റ വരാൻ ഓർമ്മ, അങ്ങോട്ട് വരാൻ ഓർമ്മ. അങ്ങനെ ഇത് കണ്ട ഇതെന്താണെന്നറിയോ? ഇത് മലയാറ്റൂർ അടിവാരത്തുള്ള നക്ഷത്ര തടാകം, അതാണ് ഇത്. ചിറ്റയുടെ വീട്ടിൽ നിന്ന് ഒരു കൂടി വന്നാൽ 20 മിനിറ്റ് അത്രേ ഉള്ളൂ. വണ്ടിയിലിരുന്ന് ഇത് കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരത്തി ഭയങ്കര ഇതായിട്ടാ. പിന്നെ പുള്ളിക്കാരത്തിക്ക് ഇറങ്ങണമെന്നുള്ളതായി. അങ്ങനെ രംഗതേ ആറാട്ടടവെത്തി. പോണ വഴിയൊക്കെ അടിപൊളിയുണ്ടാ, ഭയങ്കര കാട് പോലെ നടക്കണം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആറാട്ടടവെത്തിയേട്ടാ. അങ്ങനെ വെച്ചപ്പോൾ കുറേ ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ കല്ലുകൾ ഇങ്ങനെ നിരത്തി വെച്ച് അങ്ങനെ നിൽപ്പുണ്ട്. കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ ആൾക്കാർ അലക്കലുണ്ട്. അങ്ങനെ അധികം തുറക്കൊന്നുമില്ല, എന്നാലും ആ സംഭവം അടിപൊളിയാണ്. ഞങ്ങൾ വെള്ളത്തിൽ ഇങ്ങനെ അലക്കിയിട്ട് മീനൊക്കെ കൊത്തിപ്പിച്ച് അങ്ങനെ കൊച്ചാണെങ്കിൽ വെള്ളം കണ്ടപ്പോൾ തന്നെ പിന്നെ അങ്ങനെ ഫുൾ ഓൺ പവറായി. ചിറ്റ അമ്മയാണെങ്കിൽ വീട്ടിൽ വർത്താനം പറയണത് പോരാതിട്ട് എവിടെ ഇരുന്നും വർത്താനം പറയാൻ. അങ്ങനെ മീനെ ഞങ്ങളുടെ കാല് തിന്നാൻ കൊടുത്ത് അതവിടെയൊക്കെ ഞാൻ എൻജോയ് ചെയ്ത് പൊളിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ പിന്നെ അവിടുത്തെ ആൾക്കാർ അലക്കും കുളിയൊക്കെ ആയി വന്നപ്പോഴേക്കും ഞങ്ങൾ നൈസായിട്ട് പിന്നെ സമയം പോണേ. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം മലയാറ്റൂരി താഴെ ഇരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങി. അങ്ങനെ കുറച്ച് നേരം അപ്പം ചിറ്റാണ് നമുക്ക് അമ്പലം കൂടെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ നടന്ന് അമ്പലത്തെത്തി. അങ്ങനെ അധികം നടക്കാനൊന്നുമില്ല, 1-2 മിനിറ്റ് എത്ര ഉള്ളൂ. വഴിയൊക്കെ കേന്ദ്ര രസമാണ്, മൊത്തം കാടാണ്. പല പല സൈസ് മരങ്ങളുണ്ട്, തേക്കുണ്ട്, പിന്നെ മുളയൊക്കെ ഉണ്ട് കേട്ടാ. മുള ഭയങ്കര അടിപൊളിയാണ് കേട്ടാ. അങ്ങനെ ഇങ്ങനെ നടന്ന് ചക്കരയുടെ കയ്യിലാണെങ്കിൽ എല്ലാ സംഭവങ്ങളും ഉണ്ട്. വീട്ടിലെ അമ്മ താങ്കലിക്ക് 2 കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബിസ്ക്കറ്റ് ഉണ്ട്, പിന്നെ എന്താണൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നാനായിട്ട് ഒന്നും പുറത്തുനിന്ന് വാങ്ങരുത്, എല്ലാം കയ്യിൽ കരുതണം. അതാത്ത അമ്മയും ചിറ്റമ്മ എവിടെ പോയാലും ചെയ്യണത്. അങ്ങനെ ഞങ്ങളാണ് അമ്പലം അടിപൊളിയാണ്ടാ. നല്ല രസമുണ്ട് കാണാൻ. പഴമയുടെ ഇതുമുണ്ട്, പുതിയ രീതിയുണ്ട്. കൈസും ചിറ്റ പറയണ്ടായിരുന്നു വിടാം, ആനറിയുന്നൊക്കെ പറയണ്ടായിരുന്നു. ആന കുത്തിയവിടെ വിളിച്ചെന്ന് അങ്ങനെ എന്തൊക്കെ ഇറക്കുന്നതൊക്കെ പറയണ്ടായിരുന്നു. ചിറ്റാൻ ഇറങ്ങി സംഭവം എന്തായാലും. അങ്ങനെ ഞങ്ങൾ കുറച്ചിരുന്നത്. പിന്നെ ആനയൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ സഭയൊരു പേടിക്കായി. ഇവിടെ ആണെങ്കിൽ അങ്ങനെ ആൾക്കാരും ഇല്ലല്ല. അങ്ങനെ കുറച്ചേരം നിന്ന് അവിടെ നിന്ന് പിന്നെ ഇറങ്ങി. അങ്ങനെ അടുത്ത ഓട്ടോ നോക്കി ഞാൻ അടക്കാൻ നിർത്താം. അടക്കണ വഴിയിലാണെങ്കിൽ എൻ്റെ മൂക്കാണെങ്കിൽ ഭയങ്കര ദാഹം. അപ്പം എല്ലാവരും താങ്കലിക്ക് വെള്ളം ഓട്ടിൽ നിന്ന് കുടിച്ച് പിന്നെ കുറച്ച് തിന്ന് അങ്ങനെ ഇങ്ങനെ നടക്കേണ്ട എല്ലാവരും. അങ്ങനെ ഞങ്ങൾ ഓട്ടോ പിടിച്ച് അടിവാരത്തെത്തിയേട്ടാ. വീണ്ടും നക്ഷത്ര തടാകത്തിൻ്റെ അവിടെ നിന്നോ ഞങ്ങൾ ഫോട്ടോ എടുക്കലേ വീഡിയോ എടുക്കലേ. അപ്പോഴൊക്കെ ഒരാൾക്ക് ക്ഷീണം വന്നിട്ടാ. അങ്ങനെ അവളാണെങ്കിൽ ചിറ്റടമെത്തി കിടക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് കുറച്ച് നേരം അടിവാരത്തിരുന്ന് താഴത്തെ പള്ളിയൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നട്ടാ. അങ്ങനെ പിന്നെ അവിടെ സെക്യൂരിറ്റി ചേട്ടൻ വന്ന് അതിനെ കുടിച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് മെഴുകുതിരയൊക്കെ കത്തിച്ച് പിന്നെ 7 മണി 7:30 അവിടെ നിറയെ വിളിക്കണ്ട. അതാണ് മലയാറ്റൂർ വെള്ളി. നല്ല രസോട്ട രാത്രി കാണാൻ അടിപൊളിയാണ്. എല്ലാവരും മുന്നോട്ടൊരു ദിവസം മാറാട്ടടവ്. ഇപ്പോൾ മലയിലും പോകണം, മലയാറ്റൂർ മലയും കയറണം, നല്ല രസവും. ഞങ്ങൾ അങ്ങനെ പിന്നെ ഒരു 8 മണിയായപ്പോഴേക്കും പിടിച്ചെത്താം. ഇതാണ് ഇന്നത്തെ വിശേഷം.